നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലും എന്നാൽ ടേസ്റ്റ് ഒട്ടും കുറയാത്തൊരു ചിക്കൻ കറിയാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 2 സവോള, 1 തക്കാളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്ത് നല്ലതുപോലെ മൂപ്പിക്കുക. ശേഷം സവോള ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. തക്കാളി അതിനുശേഷം ആഡ് ചെയ്ത് എല്ലാത്തിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കുക. ഇനി പൊടികൾ ചേർക്കേണ്ട സമയമായി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാല. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ഉപയോഗിക്കുന്നത്. പൊടികൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തീ കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. അതിനുശേഷം ചിക്കൻ ഈ മിശ്രിതത്തിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. നല്ല രീതിക്ക് മിക്സ് ചെയ്തതിന് ശേഷം 2 കപ്പ് വെള്ളം, ഞാനിവിടെ ചെറിയ ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ വെള്ളം ഉപയോഗിക്കുമ്പോൾ കഷ്ണങ്ങളെല്ലാം ആ വെള്ളത്തിന്മേൽ പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ഉപയോഗിക്കാൻ. ഏകദേശം ഒരു 20 മിനിറ്റോളം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തന്നെ ഇതിൻ്റെ ചാറ് കുറുകി വരുന്നത് കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കൂട്ടുകാരെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഉപകാരപ്പെടുന്നതുമായിരിക്കും. മാത്രമല്ല ചോറ്, അതുപോലെ തന്നെ ചപ്പാത്തി, ഇതിനൊക്കെ നല്ലൊരു ടേസ്റ്റ് തരുന്ന ഒരു കോംബോയും കൂടെയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. സത്യത്തിൽ ഈ ചിക്കൻ കറി ഞാനല്ല വച്ചത്, എൻ്റെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് വച്ചത് കൊണ്ട് ഞാൻ പറയുമല്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാർ ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.